സംസ്ഥാനത്ത് നിയമസഭയും പാർലമെന്റും ലോക്സഭയും രാജ്യസഭയും എന്ന പോലെ അതിഗൗരവമാർന്ന ചർച്ചാവേദിയായിരുന്നു മലമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ കുട്ടികളുടെ ഹരിതസഭ. സ്വന്തം വിദ്യാലയത്തിന്റെയും പഞ്ചായത്തിലെ വിവിധ വാർഡുകളുടെയും ശുചിത്വ നിലവാരം വിലയിരുത്തുകയായിരുന്നു കുട്ടികൾ ഹരിതസഭയിൽ റിപ്പോർട്ടുകളും ചോദ്യങ്ങളും അവതരിപ്പിച്ചത്. ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയതിനൊപ്പം എല്ലാ റിപ്പോർട്ടുകളും വിശദമായി പരിശോധിച്ച സമഗ്ര പരിഹാര നടപടികൾക്കായി ഭരണസമിതി നിർദ്ദേശിച്ചു. മലമ്പുഴ ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിലാണ് 3 മണിക്കൂറിലധികം നീണ്ടുനിന്ന കുട്ടികളുടെ ഹരിതസഭ നടന്നത്. പഞ്ചായത്തിന്റെ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾക്ക് പുതിയ ദിശാബോധം നൽകുന്നതായിരുന്നു ഹരിതസഭ. പഞ്ചായത്തിലെ വിവിധ സ്കൂളുകളിൽ നിന്നുമായി 170 വിദ്യാർത്ഥികളും അധ്യാപക പ്രതിനിധികളുമായി 210ഓളം പേർ പങ്കെടുത്തു. പഞ്ചായത്ത് പ്രസിഡന്റ് രാധിക മാധവൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് സുമലത മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ ശുചിത്വ മിഷൻ അധികൃതർ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്ക് ശുചിത്വ അവബോധവും വലിച്ചെറിയൽ വിരുദ്ധ സന്ദേശവും നൽകി. കുട്ടികളുടെ തന്നെ പാനൽ പ്രതിനിധികളുടെ നേതൃത്വത്തിലായിരുന്നു ഹരിതസഭ നടത്തിയത്. സമഗ്ര ശുചിത്വവുമായി ബന്ധപ്പെട്ട കുട്ടികളുടെ ചോദ്യങ്ങൾക്ക് ജനപ്രതിനിധികൾ മറുപടി നൽകി. ഹരിതസഭ നിർദ്ദേശങ്ങൾ ഉൾക്കൊണ്ട് ശുചിത്വ പദ്ധതി പ്രവർത്തനങ്ങൾ പുനഃക്രമീകരിക്കുമെന്ന് ഭരണസമിതി അംഗങ്ങൾ പറഞ്ഞു. തെങ്ങോലകളാൽ കൊട്ടകൾ മെടഞ്ഞുണ്ടാക്കി അവയിൽ ഉപയോഗപ്രദവും പുനരുപയോഗപ്രദവുമായ പ്ലാസ്റ്റിക്കുകളും ചകിരിയും കൊണ്ട് നിർമ്മിച്ച അലങ്കാര വസ്തുക്കൾ ഹരിതകർമ്മസേന പ്രദർശിപ്പിച്ചു. ഹരിതസഭ സമാപനത്തെ തുടർന്ന് സർട്ടിഫിക്കറ്റ് വിതരണവും നടന്നു. UTV ന്യൂസ്, പാലക്കാട്.